ഏറ്റവും വലിയ അത്തം ഞങ്ങൾ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അത്തമാണ്. പെരുന്താന്നിയിലെ പൂക്കളങ്ങളുടെ രാജാവിനെയാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ അത്തപ്പൂക്കളമൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. പതിവ് പോലെ എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് ആദ്യം പോവുക അമ്പലത്തിലായിരിക്കും അല്ലേ. അതുപോലെ ഞങ്ങളും അമ്പലത്തിൽ വന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രമാണിത്. മംഗലത്തുകോണം കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രത്തിന്റെ മുന്നിലും ഒരു അത്തപ്പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ മുഖത്ത് ഒരു പ്രത്യേക ചൈതന്യവും സന്തോഷവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓണമൊക്കെ അല്ലേ, എല്ലാവരും പുത്തൻ ഉടുപ്പുകളൊക്കെ ഇട്ട് ഫാമിലിയായിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴുള്ള ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണല്ലേ. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി കുറച്ച് അത്തപ്പൂക്കളമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ അത്തപ്പൂക്കള മത്സരങ്ങളുടെ ഒരു നാടെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ അത്തപ്പൂക്കളം കാണുന്നത് ബൈപ്പാസിലും ആഴിമല ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ. എല്ലാ വർഷവും അവിടെ കോമ്പറ്റീഷൻ ആയിരിക്കും. ഇത്തവണയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു. ഇത് ആഴിമല ഭാഗത്തോട്ട് പോകുമ്പോൾ പയർമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇതിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പ്രയത്നിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കേട്ടോ. അവർക്കിതൊരു ഹരമാണ്. എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും എന്നറിയോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള അത്തപ്പൂക്കളമൊക്കെയാണ് കേട്ടോ. 50ഓളം സ്ഥലത്ത് ഇതുപോലെ പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് തിരുവോണത്തിന് ഊണ് കഴിക്കുന്നതിന് മുമ്പേ ഒരു രസം എന്ന് പറയുന്നത്. കുറച്ച് ടൈം കിട്ടില്ല, അതൊക്കെ നമ്മളിത് കണ്ടിട്ട് പോവുക. അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിച്ച് ഇതുപോലെ ഒരുപാട് അത്തത്തട്ടുകളുണ്ട്. എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. സത്യത്തിൽ ഇതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. എത്ര നേരം ഉറക്കം ഒഴിഞ്ഞിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു വലിയ അത്ത ഇടാൻ പറ്റുന്നത്. വർഷത്തെ പോലെ ഏറ്റവും വലിയ അത്ത ഇവിടെയാണ് ഇടുന്നത്. അപ്പൊ അത് കാണാനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അതെ എങ്ങനെയാണ് അത്ത. പെരുന്താന്നിയിലെ പൂക്കളങ്ങളുടെ രാജാവിനെയാണ് കാണാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ അത്തം ഞങ്ങൾ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അത്തമാണ്. ഒരു അത്തം കാണാനായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു അത്തം കാണികൾക്കെല്ലാം വിസ്മയ കാഴ്ചയായിരുന്നു കേട്ടോ. പെരുന്താന്നിയിലെ അത്തം എന്ന് പറയുമ്പോൾ ഫേമസ് ആണ്. എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത്. ഇത് കാണാനായിട്ട് നിരവധി പേർ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്താറുണ്ട്. ഇത്തവണയും എനിക്ക് പ്രതീക്ഷ തെറ്റിയില്ല. എന്തായാലും ഇതുപോലെ ഒരു അത്തം ഇവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഇത്രയും വലിയ രീതിക്ക് ഒരു അത്തം ചെയ്യണമെങ്കിൽ എത്ര പേരുടെ എഫേർട്ട്, എത്ര എക്സ്പെൻസ്, അതൊന്നും അവർ ചിന്തിച്ചില്ല. ഓണാഘോഷത്തിനെ ഇത്രയും ഹൈലൈറ്റ് ആക്കി മാറ്റാൻ ഇത്ര സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ചെയ്ത പെരുന്താന്നി ബ്രദേഴ്സ് നമ്മുടെ ചാനലിൻ്റെയും അതുപോലെ വ്യൂവേഴ്സിൻ്റെയും നന്ദി ഞാൻ അറിയിക്കുന്നു. അത്രയും ഉണ്ട് കേട്ടോ. കാരണം ഇത് കണ്ടു തീരാൻ പറ്റാത്ത രീതിയിൽ എത്രയോ ഒരു ലോറി പൂ വേണ്ടി വരും ഇത്രയും ചെയ്യാനായിട്ട്. അത്രയും എക്സ്പെൻസ് ഉണ്ട്. കാരണം റോസപ്പൂ വെച്ചിട്ടാണ് ഇത് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. മൊത്തം റോസപ്പൂ വെച്ചിട്ടാണ്. ഇതൊക്കെ എത്ര കിലോ പൂ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും രീതിക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ തിരക്ക് കണ്ടല്ലോ അല്ലേ. ഇത് രാവിലത്തെ സമയമാണ്. മിക്കവരും ഉച്ച കഴിഞ്ഞാണ് ഇവിടെ എത്തുക. ഉച്ച കഴിഞ്ഞ് വന്നാൽ ഇവിടെ അടുക്കാൻ പറ്റില്ല, ആ രീതിയിൽ തിരക്കായിരിക്കും. അപ്പോൾ ഇത് വലിയ അത്തം ആയതുകൊണ്ടാണ് ചാനലുകാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാനായിട്ട്.